ഇത് കഴിഞ്ഞ വീഡിയോന്റെ ബാക്കിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാട്ടോ. വണ്ടി മഴയത്ത് കിടക്കണോണ്ട് തന്നെ നമ്മളിത് സുധച്ചേച്ചിയുടെ വീട്ടിലേക്കാട്ടോ കൊണ്ടുപോയിട്ട് ഇടുന്നത്. അവിടെ മെറ്റൽ ഇടായിരുന്നു കേട്ടോ, അതുകൊണ്ട് നമ്മൾക്ക് ഇത്ര ദിവസം ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അവിടുത്തെ പണി കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ടിട്ടു കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് ഇവിടുന്ന് നോട്ടം കിട്ടും ചെയ്യും. എന്തായാലും നമ്മുടെ ഷെഡിന്റെ പണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ തേജുവിനെ വണ്ടി കയറ്റാണ് കേട്ടോ പോണത്. ചെറുപ്പത്തിലൊക്കെ ക്ലാസ് പോകുമ്പോൾ മഴ പെയ്ത ഞാനൊക്കെ ഇങ്ങനെയാട്ടോ ബാഗ് ഇട്ടേക്കണത്. തേജു ആണെങ്കിൽ അത് കണ്ട് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. പിന്നെ വിൻചേട്ടൻ ഓഫീസിലേക്ക് കൊണ്ടുപോകാതെ പൊതി നെയ്ച്ചോറാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പനീർ ബട്ടർ മസാല ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം അതല്ലാതെ കവറിലാക്കിയിട്ട് കൊടുത്തു. അപ്പൊ ഇന്ന് മഴ കാരണം പാലക്കാടായ കാരണം സ്കൂട്ടി എടുത്തിട്ടാ പോയിക്കണത്. പിന്നെ എനിക്ക് ഒരു വലിയ കുറെ പണികളുണ്ട് കേട്ടോ. ഒന്നാമത്തെ എനിക്ക് കുറെ പാത്രങ്ങൾ കഴുകണ്ടായിരുന്നു. രാവിലത്തെ തിക്കും തിരക്കും കാരണം ഒന്നും കഴുകൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതൊക്കെ കഴുകി അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു എനിക്ക് പിന്നെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഒതുക്കാണ്ട്. അപ്പൊ എന്തായാലും ഒതുക്കും. അപ്പൊ നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് കിച്ചൺ അങ്ങോട്ട് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പൊ എന്റെ സ്പൂണും അതുപോലെ തന്നെ കത്തിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കണ ഒരു സംഭവമാണത്. അതൊക്കെ കഴുകി എല്ലാതും സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ചെമ്മിൽ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ബാക്കി പെയിന്റാണ് ടൈൽ ഇത്ര തന്നെ ഉള്ള കാരണം എനിക്ക് ഒന്ന് തുടയ്ക്കാൻ കുറച്ച് തന്നെ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി. പിന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടോ. അത് പിന്നെ എൻ്റെ ഒരു സ്വഭാവത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു വരണുണ്ടല്ലോ, ഞാൻ തൃശ്ശൂർ എക്സിബിഷന് മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു 4 എണ്ണം. പിന്നെ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കില്ലേ, പൊടികൾ, ആ ഒരു ഷെൽഫും കൂടി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ കുറച്ച് സാധനങ്ങൾ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതൊക്കെ ഓരോ ബോക്സിലാക്കി വെച്ചു. ബാക്കിയൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. പിന്നെ കുരുമുളക് പൊടി എല്ലാതും ഇത് ഇട്ടു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇട്ട് വെച്ചിട്ട് എന്താ പറയുക ഇങ്ങനെ 2 ബോക്സിലാക്കിയിട്ടാണ് വെക്കുക, എടുക്കുക എളുപ്പത്തിന് കേട്ടോ. അതായത് അല്ലറ ചില്ലറ പൊടികളില്ലേ, അതൊന്നും ഞാൻ ബോക്സിലാക്കില്ല, ഇങ്ങനെ പാക്കറ്റിൽ തന്നെ ക്ലിപ്പിട്ട് വെക്കുകയെ. പിന്നെ ഇവിടെ തന്നെ വെച്ചിട്ടാക്കിയോണ്ട് ഇവിടെ ആകെ മൊത്തം പരന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ ഗ്യാസും അവിടെ എല്ലാതും സ്റ്റവും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടാ. പിന്നെ എനിക്ക് പെട്ടെന്നൊരു ബോധോദയം, ഇവിടെ മൊത്തത്തിലൊന്ന് ഈ ഒരു സൈഡ് മൊത്തത്തിലൊന്ന് റീഅറേഞ്ച് ചെയ്താലോ, ഒന്ന് സെറ്റ് ആക്കിയാലോ എന്നിട്ടാ. അപ്പം ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് വെച്ചു. മൊത്തത്തിലൊന്നും അങ്ങോട്ട് സെറ്റ് ആക്കി എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു വർക്ക് ഏരിയത്തെ കിച്ചൺ ഉണ്ടല്ലോ, അവിടെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ ചെയ്യാൻ കുറച്ച് ലാഗാവും എന്തായാലും. അപ്പോൾ പിന്നെ കുറച്ചൊന്നും കൂടി വൃത്തിയാക്കാം, ഒരു എസ്തെറ്റിക് ലുക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. ആ ഒരു ലുക്ക് കൊണ്ടുവരേണ്ട ആവേശത്തിലാട്ടോ ഞാനത് ഈ ഒരു സ്റ്റാൻഡൊക്കെ പറിച്ച് വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് അത് ഫിറ്റ് ചെയ്യാൻ എനിക്ക് അറിയണില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ അങ്ങോട്ട് ഫ്രീ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ നെറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. ആ ഗ്രില്ലില്ല, അവിടെ നെറ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് അവിടെ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ അതങ്ങോട്ട് എടുത്തു. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് തുടച്ച് കഴുകി ബോക്സിലാക്കാണ്ടായിരുന്നു, അതും ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളും പുറത്ത് വെക്കണതില്ലേ, അതൊക്കെ ഇതേ തുടച്ച് വൃത്തിയാക്കിയിട്ട് പുതിയ ഷീറ്റൊക്കെ വിരിച്ചിട്ട് അതിലും കൂടി വൃത്തിയാക്കിയിട്ട് മൊത്തത്തിൽ ഇത് ഇങ്ങനെ കുറച്ച് കരട് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഇങ്ങനെയാട്ടോ ഇവിടെ സെറ്റ് ചെയ്തേക്കണത്. എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. മൊത്തം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം അടിച്ചോരി തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. ഏകദേശം ഉച്ചയായി, ഒരു 1:30 കൂടിയിട്ടാണ് എൻ്റെ പണി കഴിഞ്ഞത്. അപ്പോൾ പിന്നെ രാവിലത്തെ ചായ കൂടി അങ്ങോട്ട് സ്കിപ്പ് അടിച്ചിട്ട് നെയ്ച്ചോറും പനീർ ബട്ടർ മസാലയും നമ്മുടെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് ദൃഢം മൂവി കണ്ടിട്ട് അങ്ങോട്ട് കഴിക്കാട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാവേ, ബൈ.